ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നുള്ളത് ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്തിലെ ഹലൈബീഡ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഈ സ്ഥലത്തിന് ഹലൈബീഡ് എന്ന പേര് വന്നതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. ആ കഥ ഞാൻ പറയാം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇരട്ട ശിവലിംഗങ്ങളാണ്. ആ ഓരോ ശിവലിംഗങ്ങളെയും അഭിമുഖീകരിച്ച് പുറത്ത് മണ്ഡപങ്ങളിലായിട്ട് രണ്ട് പടുകൂറ്റൻ നന്ദി പ്രതിമകളും ഉണ്ട്. 12-ാം നൂറ്റാണ്ടിലെ ഹൊയ്സാല രാജാക്കന്മാരുടെ ആസ്ഥാന നഗരമായിരുന്നു ഈ സ്ഥലം. അന്നിവിടെ അറിയപ്പെട്ടിരുന്നത് ദ്വാരസമുദ്രം എന്നാണ്. അന്നത്തെ പ്രശസ്തനായിരുന്ന ഒരു ഹൊയ്സാല രാജാവ് വിഷ്ണുവർദ്ധനനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി ആരംഭിച്ചത്. ചോളന്മാരെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയിൽ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഈ ക്ഷേത്രത്തിൻ്റെ പണി പിന്തുടർന്നെങ്കിലും ഇവിടം പലതവണ ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെ കണ്ടോ, തകർത്തെറിഞ്ഞ പല ഭാഗങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടം സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അപ്പം അതിൻ്റെ മനോഹരമായ പുൽത്തകടി കണ്ടിട്ട് ഞാൻ ചെരുപ്പ് ഊരി നടന്നു. നമ്മുടെ കാൽപാദങ്ങൾക്കടിയിൽ ഒരുപാട് നെർവ് എൻഡിങ്സും ഉണ്ട്. അപ്പം ചെരുപ്പിടാതെ പുൽത്തകടിയിൽ നടക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും. അതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ കഥ ഞാനിനി തുടർന്ന് പറയാം. അന്നത്തെ വിഷ്ണുവർദ്ധന മഹാരാജാവിൻ്റെ പിൻഗാമികൾ ഈ ക്ഷേത്രത്തിൻ്റെ പണി തുടർന്നു വന്നെങ്കിലും പലതവണ ഇവിടം ആക്രമിക്കപ്പെട്ടു. ഡൽഹിയിലെ സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിൻ്റെ മേജർ ജനറലായിരുന്ന മാലിക് കഫൂർ എന്ന ആളിനെ പലതവണ ഇങ്ങോട്ടേക്ക് അയച്ചു. അവരിവിടെ എല്ലാം കൊള്ളയടിച്ച് ഇവിടെയുള്ള സ്വത്തും പണവും എല്ലാം കൊണ്ടുപോയി. അങ്ങനെ പലതവണ ആക്രമിക്കപ്പെട്ടപ്പോഴത്തേക്ക് ഈ നഗരത്തിൻ്റെ പ്രൗഢിയും സമ്പത്തും എല്ലാം അപഹരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അന്നത്തെ ദ്വാരസമുദ്രം ഇന്ന് ഹളേബീഡ് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട സിറ്റി അല്ലെങ്കിൽ പഴയ നഗരം എന്നൊക്കെയുള്ള ആ ഒരു പേര് ഇതിന് വന്നതും ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇതാ ആ കാണുന്ന ചുമന്ന കെട്ടിടത്തിലാണ് മ്യൂസിയം ആയിട്ട് ഇന്നിപ്പോൾ അവരുടെ തകർത്തെറിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് യുനെസ്കോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഒരെണ്ണമാണ്. 2023 യുനെസ്കോ ഇത് ലിസ്റ്റ് ചെയ്തത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറകുവശം, അതായത് നമ്മൾ കയറി വന്നപ്പോഴുള്ള എതിർവശം. നിങ്ങൾ കണ്ടില്ലേ, ഓരോ വശത്ത് നിന്ന് നോക്കുമ്പോഴും ഇതിന് ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും ഓരോ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സ്റ്റാർ ഷേപ്ഡ് പ്ലാറ്റ്ഫോമിലാണ്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ടൊരു മാൻമെയ്ഡ് ലേക്കുണ്ട്. ഇത് മാൻമെയ്ഡ് ആ ഒരു ലേക്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോഴുള്ള ക്ഷേത്രത്തിൻ്റെ വ്യൂ ആണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നന്ദി പ്രതിമകൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ആ മണ്ഡപങ്ങളാണ് ആ കാണുന്നത്. രണ്ട് നന്ദി പ്രതിമകൾ ഇരിക്കുന്ന മണ്ഡപം. അതിൽ ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗിയൊന്നും എൻ്റെ ചെറിയ ഈ ഫോണിൻ്റെ ക്യാമറ കണ്ണുകൾക്ക് പകർത്തിയെടുക്കാൻ സാധിക്കില്ല കേട്ടോ. മലയാളികളെല്ലാം ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് കാണണം. ഇതൊരു മലയാളി ഫാമിലി ഇവരിവിടെ പിക്നിക്കിന് വന്നതാണ്. അപ്പം നിങ്ങൾക്കിവിടെ വരണമെന്നുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തരാം. ആദ്യം ബാംഗ്ലൂർ വരിക. ബാംഗ്ലൂർ വന്നിട്ട് അവിടെ നിന്ന് ഹസൻ എന്ന് പറയുന്ന സിറ്റി ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ വരും ഹസനിലേക്ക്. അവിടെ വന്ന് നിങ്ങൾ സ്റ്റേ ചെയ്യണം. ഹസനിൽ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് നല്ല അക്കോമഡേഷനും ഫെസിലിറ്റി എല്ലാം ഉണ്ട്. എന്നിട്ട് ഹസനിൽ നിന്ന് പിന്നെ ഈ സ്ഥലത്ത് പിറ്റേ ദിവസം വരണം. രാവിലെ 6 മണിക്കെങ്കിലും വരണം ഇവിടെ. കാരണം ഒരു 8 മണി 9 മണിയൊക്കെ ആയാലും വല്ലാത്ത തീക്ഷ്ണമായ വെയിലാണ്, ചൂട് അസഹനീയമായിരിക്കും. അപ്പോൾ വന്നിട്ട് പിന്നെ ഇവിടെ ഈ അമ്പലത്തിന് പുറമെ യുനെസ്കോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്ഷേത്രമുണ്ട്, ബേലൂർ ചെന്നകേശവ ടെമ്പിൾ. അവിടെ നാരായണസ്വാമിയാണ് പ്രതിഷ്ഠ. ഇവിടെ എല്ലാ ജാതി മതസ്ഥർക്കും വന്നു പോകാം. കാരണം ഈ അമ്പലത്തിലൊന്നും റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ആരാധനയൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇവിടെ ഒരു ചരിത്ര സ്മാരകമായിട്ട് ഇതിനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത്രയും സ്റ്റോൺ കാർവിങ്സ് ഒക്കെ വളരെ മനോഹരമാണ്. സോപ്പ് സ്റ്റോണിലാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. സോപ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരം കല്ലാണ്. അത് കൊത്തുപണി നടക്കുന്ന സമയത്ത്, കൊത്തിയെടുക്കുന്ന സമയത്ത് അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ഓവർ എ പീരീഡ് അത് ഹാർഡായിട്ട് മാറും. നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള അപ്പിയറൻസുമാണ്. പിന്നെ രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നീ പുസ്തകങ്ങളിലെ കഥകളാണ് ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ തകർത്തെറിഞ്ഞതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ആ മണ്ഡപത്തിൻ്റെ പുറകുവശം തകർത്തെറിഞ്ഞിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. പിന്നെ ബേലൂർ ചെന്നകേശവ ടെമ്പിളിന് പുറമെ നിങ്ങൾക്കിവിടെ ഈ ഹലൈബീഡ് പോകാൻ പറ്റുന്ന മറ്റ് സ്ഥലങ്ങൾ ദൊദ്ദ ഗഡ്ഡവള്ളി ലക്ഷ്മി ദേവി ടെമ്പിൾ, അത് 4 മുഖമുള്ള ലക്ഷ്മിയാണ്. പിന്നെ കേദാരേശ്വര ക്ഷേത്രം, അതും ശിവക്ഷേത്രം തന്നെയാണ്. ബസതി ഹള്ളിയിൽ ഒരു ജെയിൻ ടെമ്പിളുണ്ട്. അവിടെ 3 എന്തോ ഒരു ബ്ലാക്ക് സ്റ്റോൺ പില്ലറിനാണ് അത് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ഉള്ളതൊരു യഗാച്ചി ഡാമുണ്ട്. പിന്നെ ഒരു വീരനാരായണ സ്വാമി ടെമ്പിളും ഉണ്ട്. അത് ബലവാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഇതെല്ലാം ഒരു 5 മുതൽ 10 കിലോമീറ്ററിന്
ഉള്ളിലാണ് ഈ സ്ഥലങ്ങളെല്ലാം. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കവർ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.